മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിക്കാം. അവർ കഫർന്നഹൂമിലെത്തിയാറെ ദ്രഹ്മപ്പണം വാങ്ങുവാൻ പത്രോസിൻ്റെ അടുക്കൽ വന്നു. നിങ്ങളുടെ ഗുരു ദ്രഹ്മപ്പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഉവ്വ് എന്ന് അവൻ പറഞ്ഞു. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശീമോനെ, നിനക്ക് എന്തു തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിനു യേശു അവനോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ടു ആദ്യം കിട്ടുന്ന മീനെ എടുക്കുക. അതിൻ്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുരമ പണം കാണും. അത് എടുത്തുകൊണ്ട് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു. 27-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോ. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ടു ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക. അതിൻ്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുരമ പണം കാണും. അത് എടുത്തു എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു. നമുക്ക് നമ്മളെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, സ്വർഗസ്ഥങ്ങളിൽ അപ്പച്ച, ഈ അനുഗ്രഹിക്കപ്പെട്ട രാവിലെ കാലത്തിനായി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, വചനത്തിന് മുമ്പിൽ ഞങ്ങളായിരിക്കുന്നു. ഈ വചനത്തിൻ്റെ സത്യങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവം സഹായിക്കണമേ. ദൈവ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതിനായി സ്തോത്രം. കടന്നു വന്ന ഏവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റേണ്ടത് മാറ്റുവാനും ദൈവത്തോട് ഏറ്റവും പറ്റിയിരിക്കാനും അടുക്കാനും ദൈവം ഈ വചനങ്ങൾ കാരണമായി തീരട്ടെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മുഴുവൻ മഹത്വം ദൈവസ്ഥനിലേക്ക് ഏൽപ്പിക്കുന്ന യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്ന കൃപ നിൽക്കേക്കണം നല്ല പിതാവേ, ആമേൻ. ഈ ഒറ്റ വാക്യത്തിൽ നിന്നാണ് നമ്മൾ ഈ കുറച്ചു നേരം ചിന്തിക്കാൻ പോകുന്ന. ഈ വാക്യത്തിലുള്ള ദൈവം നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. Nevertheless, lest we offend them, go to the sea, cast in a hook, and the fish that comes up first, and when you have opened its mouth, you will find a piece of money. Take that and give it to them for me and you. ഇതിന് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത്, ഒബീഡിയൻസ് ടു ഗോഡ്സ് വേർഡ് ബ്രിങ്സ് പ്രൊവിഷൻസ് ഇൻ അവർ ലൈഫ്. യേശുവിൻ്റെ വാക്ക് കേട്ടാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും ദൈവ സാന്നിധ്യത്തിൻ്റെ ദൈവത്തിൻ്റെ ഒരു നിറവും ഒരു നടത്തിപ്പും ഉണ്ടായിരിക്കും. ജഡ്ജസ് 7-ാം അധ്യായം 1 മുതൽ 22 വരെ വായിക്കേണ്ട. നമ്മൾ ഗിദിയോൻ്റെ കാര്യം പഠിക്കുന്നു. ഹല്ലേലൂയ. ഗിദിയോൻ എന്ന് പറഞ്ഞാൽ മിദ്യാന്യ ശക്തികളോടുകൂടി എതിർപ്പാൻ ഒരു യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. കൂടെ ഇസ്രായേൽ മക്കൾ കൂടി വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ ഇവർ മനുഷ്യൻ്റെ നമ്പറിലൊക്കെ ആശ്രയിച്ച് ആ മിദ്യാന്യ ശക്തിയെ എതിർക്കാൻ വേണ്ടി ഇസ്രായേലിലുള്ള പുരുഷന്മാരെല്ലാം കൂടെ കൂടി വന്നിരിക്കുകയാണ്. അന്നേരം പുരുഷന്മാരുടെ എണ്ണം എടുത്തപ്പോൾ ഏകദേശം 32,000 പേർ, തികഞ്ഞൊരു ആർമി ആണ് അവിടെ കാണപ്പെടാൻ സാധിക്കുന്നത്. ഈ 32,000 പേരിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാവിലെ കാലം നമ്മളോട് സംസാരിക്കുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിലാൽ നമ്മൾ സഭയെ പണിയണം. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല സഭയിൽ വരുന്ന യുദ്ധങ്ങൾ ദൈവത്തിൻ്റെ ആത്മശക്തിയാൽ നമ്മൾ നേരിടണം. ഇസ്രായേൽ മക്കൾക്കെതിരെ ഈ മിഥ്യാന്യ ശക്തി കൊണ്ടുവന്ന യുദ്ധത്തിൽ യഹോവ 32,000 എന്ന ഒരു എണ്ണത്തിൽ പ്രസാദിച്ചില്ല. ദൈവം പറഞ്ഞു, ഭയമുള്ളവരെയെല്ലാം മാറ്റി നിർത്ത്. അവർ വെച്ച് യുദ്ധം പോയാൽ ഇവർ പറയും ആൾബലത്തോടെ യുദ്ധം ജയിച്ചെന്ന്. അന്നേരം ദൈവം പറഞ്ഞു, ഇവരെയൊക്കെ കൊണ്ട് വെള്ളം കുടിപ്പിക്കാൻ, ഒരു ഡോഗ് ലാപ്പ് ചെയ്യുന്ന പോലെ വെള്ളം കുടിക്കുന്നവരെ മാറ്റി നിർത്തുക. ഹല്ലേലൂയ. അവസാനം യുദ്ധത്തിന് വേണ്ടി ഒരുക്കിയവർ വെറും 300 പേര്. ഇന്ന് മിഥ്യാന്യ ശക്തികളെ എതിർപ്പാൻ വേണ്ടി 300 ഇസ്രായേൽ മക്കൾ മതിയെങ്കിൽ അവരൊരു കാര്യം ചെയ്തു, അവർ ദൈവ ശബ്ദം കേട്ടു. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന യുദ്ധങ്ങൾ ജയിക്കണമെങ്കിൽ ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടനുസരിച്ച് മുമ്പോട്ട് പോയാൽ ദൈവത്തിൻ്റെ വിടുതൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കും. ദൈവം നമ്മളോട് ഇടപെടാൻ പോവുകയാണ്. ജെറമ്യാ 32-ന്റെ 2, 6, 7, 15. 2, 6, 7, 15 ജെറമ്യാ. അന്ന് ബാബേൽ രാജാവിൻ്റെ സൈന്യം യെരൂശലേമിനെ നിരോധിച്ചിരുന്നു. യിരെമ്യാ പ്രവാചകനോ യെഹൂദാ രാജാവിൻ്റെ അരമനയുടെ കാവൽ മുറ്റത്തു അടക്കപ്പെട്ടിരുന്നു. ഞാൻ ഈ നഗരത്തെ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, അവൻ അതിനെ പിടിക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്നും
യഹൂദ രാജാവായ സിദെക്കീയാവിനു കൽദയരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവൻ ഇവരുമായി വായോട് വായ് സംസാരിക്കുകയും കണ്ണോട് കണ്ണ് കാണുകയും ചെയ്യും. അവൻ സിദെക്കീയാവെ ബാബേലിലേക്ക് കൊണ്ടുപോകും. ഞാൻ അവനെ സന്ദർശിക്കും വരെ അവൻ അവിടെ ഇരിക്കും. നിങ്ങൾ കൽദയരോട് യുദ്ധം ചെയ്താലും നിങ്ങൾക്ക് സാധ്യം ഉണ്ടാകുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് എന്നും നീ പ്രവചിപ്പാൻ എന്ന് പറയുന്നു എന്ന് പറഞ്ഞു യഹൂദ രാജാവായ സിദെക്കീയാവ് അവനെ അവിടെ അടച്ചിരുന്നു. യിരെമ്യാവ് പറഞ്ഞത്, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, നിന്റെ ഇളയപ്പനായ ശമൂലിൻ്റെ മകൻ ഹനമേൽ നിന്റെ അടുക്കൽ വന്നു അനാഥോത്തിലെ എൻ്റെ നിലം മേടിച്ചു കൊള്ളുക, അത് മേടിപ്പാൻ തക്കവണ്ണം വീണ്ടെടുപ്പിൻ്റെ അവകാശം നിനക്കുള്ളോ എന്ന് പറയും. ആമേൻ. ബാബിലോണിയൻസ് ജെറൂസലേമിൽ സീജ് ചെയ്തിരിക്കുകയാണ്. ബാബിലോണിയൻസ് ജെറൂസലേമിൽ ചുറ്റിയിരിക്കുകയാണ്. അന്നേരം ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് പ്രവാചകൻ്റെ മേൽ വന്നിട്ട് പറയുവാണ്, നിങ്ങൾ സ്ഥലം മേടിക്കണം. ദൈവമക്കളെ, ഒരു സാധ്യതയുമില്ല, അവിടെ ഒരു നന്മ വരുന്നൊരു സാഹചര്യമല്ല. എന്നാലും ദൈവത്തിൻ്റെ വചനം പറയുന്നത് പ്രതീക്ഷയ്ക്കപ്പുറമായി ചില കാര്യങ്ങൾ ചെയ്താൽ അവിടെ ഒരു അനുഗ്രഹം വരും. 15-ാം വാക്യം വായിച്ചാട്ട്. ഇനിയും ഈ ദേശത്ത് വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ക്രയവിക്രയം ചെയ്യും എന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സീജ് കിടക്കുകയാണ്. സീജിൻ്റെ അവസ്ഥയിലായിരുമ്പോൾ ദൈവദാസനോട് ദൈവം ഈ പറഞ്ഞ ഈ ട്രാൻസാക്ഷൻ ചെയ്യുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. അതൊരു പ്രൊഫറ്റിക് മിനിസ്ട്രിയാണ്. നിങ്ങളിപ്പോൾ ഈ ട്രാൻസാക്ഷൻ ചെയ്താൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ദേശത്ത് ചില നന്മകൾ നടക്കും. ഇന്ന് ഈ ആലയത്തിൽ വന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, നമ്മളായിരിക്കുന്നിടത്ത് നമ്മളെ ദൈവത്തിന് ആരാധന കൊടുക്കുമ്പോൾ നമ്മളെ സാഹചര്യം നോക്കില്ല. സാഹചര്യം നമ്മളെ ഞെരുക്കാൻ നോക്കുന്നെങ്കിലും പ്രവചനാത്മാവിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് സാഹചര്യങ്ങളെ നോക്കിയില്ല, നിങ്ങളൊരു സ്റ്റെപ്പ് എടുക്കണം. സ്റ്റെപ്പ് എടുത്താൽ ആ ദേശത്തൊരു നന്മയായി നിങ്ങൾ തീരും. നിങ്ങളുടെ ഇന്നത്തെ ആക്ഷൻ ഏറ്റവും പ്രതികൂല അവസ്ഥയിലും ദൈവം എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എടുത്തിരിക്കണം. കാരണം നാളെ അതൊരു അനുഗ്രഹമായി തീർക്കുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് സാധിക്കും. ഈ ദൂതിക്കൂടെ വരുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ദൈവം നിങ്ങളോട് എന്ത് സംസാരിക്കുന്നോ അത് സാഹചര്യങ്ങൾ നോക്കി നിങ്ങൾ ചെയ്യാതിരിക്കല്ല. വരാൻ പോകുന്ന പ്രതികൂലങ്ങൾ നോക്കി അത് പ്രതികൂലം മാറിപ്പോയി എല്ലാം അനുകൂലമായിട്ട് ഞാൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, ദൈവശബ്ദം കേൾക്കാവുന്ന ഒരു നാളും ഇരിക്കല്ല. മാറ്റി വെക്കത്തേ ഉള്ളൂ. ഒരു നാളും ദൈവത്തിൻ്റെ പ്രസാദം നമ്മളിൽ വരത്തില്ല. ദൈവത്തിൻ്റെ പ്രസാദം നമ്മളിൽ വരണമെങ്കിൽ നമ്മൾ ദൈവവചനം അനുസരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് 5:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പത്രോസ് മീൻ പിടിക്കാൻ വേണ്ടി രാത്രി മുഴുവൻ അധ്വാനിച്ച ഒരു അവസരമുണ്ടായിരുന്നു. പക്ഷേ ഒന്നും തന്നെ കിട്ടിയില്ല. വളരെ നിരാശനായി രാവിലെ കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയുണ്ടായി, വല ഒന്നുകൂടെ വീശാൻ. എല്ലാ പ്രതീക്ഷകളും തീർന്നൊരവസ്ഥയിൽ, ഇന്നിനി ഒന്നും കിട്ടാനില്ലെന്നൊരവസ്ഥയിൽ ദൈവത്തിൻ്റെ വാക്ക് എപ്പോൾ കേട്ട്, ദൈവം യേശുവെ നീ പറഞ്ഞതായോണ്ട് ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞ് പത്രോസ് വല വീശിയപ്പോൾ വല പൊട്ടുമാറാകെ മീൻ അതിൽ നിറയുകയുണ്ടായി. ഇന്ന് ഈ മെസ്സേജ് ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിക്കണം, ദൈവ ശബ്ദം കേട്ട് നിങ്ങൾ പോയാൽ നിങ്ങളുടെ എല്ലാ ഡ്രൈനസ്സും, നിങ്ങളുടെ ഹോപ്പ്ലെസ് സിറ്റുവേഷൻസ് ഹോപ്പ് ഉള്ളതാക്കി തീർക്കാൻ, ദൈവം ടേൺ അറൗണ്ട് ചെയ്യാൻ ദൈവ ശബ്ദം കേട്ട് നമ്മൾ അനുസരിക്കുന്നവരായി തീരണം. പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പോലെ തന്നെ ഒരു മിറക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ദൈവശബ്ദം കേട്ട് മുമ്പോട്ട് നടക്കുക. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇന്ന് ഭൗതിക നന്മകളെക്കുറിച്ച് പറയുവാൻ അല്ല, അതിൽ ഉപരിയായി ഒരു ആത്മീയ വിടുതലുണ്ടെന്ന് ഇവിടെ പറയാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് യേശുവിൻ്റെ ശബ്ദം കേട്ട ശൗൽ മഹാപുരോഹിതനിൽ നിന്നുള്ള ലെറ്ററുമെടുത്ത് ഈ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ ഒരു അതോറിറ്റിയുടെ ലെറ്ററുമായിട്ട് കടന്നു പോകുമ്പോൾ ദൈവമായിട്ടൊരു മീറ്റിംഗ് ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ഉണ്ടാവുകയും തനിക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാതെ തൻ്റെ കൂടെ വന്നവർ തന്നെ വീട്ടിൽ കൊണ്ടാക്കുന്ന ഒരവസ്ഥ. അന്നേരവും ആ സമയത്തും അനന്യാസ് എന്ന് പറഞ്ഞൊരു ദൈവദാസൻ്റെ പുറത്ത് ദൈവത്തിൻ്റെ ശബ്ദം ഇറങ്ങി വന്നു. ഈ അനന്യാസിനോട് പറഞ്ഞു, ഈ ശൗലിന് വേണ്ടി പോയി പ്രാർത്ഥിക്കണം.
അനന്യാസ് അന്നേരം മറുപടി പറയുണ്ടായി, ഈ ശൗലെന്ന് പറയുന്ന വ്യക്തി ക്രിസ്ത്യാനികൾ വളരെയധികം പ്രതികൂലം പ്രയാസവും ഉണ്ടാക്കിയൊരു വ്യക്തിയാണ്. പുള്ളിയുടെ അടുത്ത് ഞാൻ എങ്ങനെ പോയി പ്രാർത്ഥിക്കും? എന്നാലും അനന്യാസ് അവിടെ ചെയ്തൊരു കാര്യമുണ്ട്, ദൈവ ശബ്ദം അനുസരിച്ചു. ഹല്ലേലൂയ. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് ഏറ്റവും ബുദ്ധിമുട്ട്, നമ്മളുടെ നോർമൽ സാഹചര്യം നോക്കി ചിലപ്പോൾ അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ലായിരിക്കും. പക്ഷെ എന്നാലും ഈ ദൈവഭക്തൻ അത് അന്ന് ചെയ്തുകൊണ്ട് ജെൻറ്റൈൽസിൻ്റെ പ്രവാചകനായി, ഹല്ലേലൂയ, ഈ ശൗലിനെ അപ്പോസ്തലനെ പൗലോസാക്കി നമ്മളെ പുറജാതി തള്ളിക്കടന്ന ദൈവം ശക്തമായിട്ട് എടുത്ത് ഉപയോഗിക്കുന്ന ഒരു കാലം വന്നു. ഇന്ന് അനന്യാസ് ദൈവശബ്ദം കേട്ടനുസരിച്ചു. ഇന്ന് നിങ്ങളോട് ഒരിടത്ത് പോയി പ്രാർത്ഥിക്കാനോ ഒരാളെ ഒന്ന് എൻകറേജ് ചെയ്യാൻ പറഞ്ഞാലോ നിങ്ങൾക്ക് നാളത്തെക്കുറിച്ച് അറിയത്തില്ല. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ദൈവപ്രവർത്തി നാളെ ദൈവസഭയ്ക്ക് ഒരു വലിയ അനുഗ്രഹമായി തീരും. അനേകരെ സഭയിലേക്ക് കൂട്ടിവരുത്താൻ കാരണമായി തീരും. അന്യോന്യം എൻകറേജ് ചെയ്യുക, അന്യോന്യം ബിൽഡപ്പ് ചെയ്യുക. പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ പ്രതികൂലം വന്ന അവസ്ഥയാണേലും നിങ്ങൾ പോയി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക. അന്നേരം ദൈവം അതിന്മേൽ മഹത്വം എടുക്കും. ഇന്ന് നമ്മൾ ചില ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, സൗത്ത് ഹാംപ്ടൺ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടെ നിശ്ചയമായും ദൈവ സന്ദർശനം ഈ ദേശത്ത് വരികയും അനേകർ ദൈവത്തെ അറിയുവാൻ ഇടവരികയും ചെയ്യുമെന്ന് ദൈവ സാന്നിധ്യത്തിൽ ഞാൻ ഈ സമയം ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത് നമ്മൾ വായിച്ച വചനത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാവുന്നത്, പ്രൊവിഷൻ ബൈ അൺഎക്സ്പെക്റ്റഡ് മീൻസ്. ഒരു മീൻ്റെ വായിൽ നിന്ന് അവർക്ക് 2 പേർക്കും കൊടുക്കേണ്ട ടെമ്പിൾ ടാക്സ് അതാണ് പ്രൊവൈഡ് ചെയ്തത്. യേശുവിനെ ഫോളോ ചെയ്ത് യേശു നമ്മുടെ കൂടുണ്ടെങ്കിൽ എക്സ്പെക്റ്റ് മിറക്കിൾസ് ഫ്രോം ദി അൺഎക്സ്പെക്റ്റഡ് കോർണേഴ്സ്. ഒരു മിറക്കിൾ അവിടെ നടക്കാൻ സാധ്യമില്ലെന്ന് പറഞ്ഞാലും ചോദ്യം ഇന്ന് രാവിലെ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ യേശുവിൻ്റെ കൂടാണോ? യേശു നിങ്ങളുടെ കൂടെ ഉണ്ടോ? നിങ്ങൾ are you carrying the presence of God with you? Then you can expect a miracle wherever you go. Hallelujah. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം പറയുമ്പോൾ യേശു ഗലീല, he was near the sea of Galilee. യേശുവിൻ്റെ വചനം കേട്ട് അനേകര് ദൈവത്തിൻ്റെ അടുത്തേക്ക് കൂടി. അവരെല്ലാം വെയിറ്റ് ചെയ്ത് ദൈവത്തിൻ്റെ വചനം കേട്ട് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ആർക്കും കഴിക്കാൻ ഫുഡില്ലാത്തൊരവസ്ഥയെ കടന്നു വന്നപ്പോൾ ദൈവ മക്കളെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ബാലനുണ്ടായിരുന്നു. He had 5 barley loaves and 2 small fishes. ഇത് യേശുവിൻ്റെ അടുക്ക് കൊണ്ടുപോയി. അന്നേരം യേശു പറഞ്ഞു, എല്ലാവരെയും നിരനിരയായി ഇരുത്ത്. അന്ന് ഭക്ഷണം കഴിച്ചവർ there were 5,000 men. There were 5,000 men, not including the women and children. Hallelujah. അത് കഴിഞ്ഞിട്ട് തൻ്റെ ശിഷ്യന്മാർ അധികം വന്ന് എടുത്തപ്പോൾ 12 കൊട്ടകൾ നിറച്ച്. ഇന്ന് യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ God is your provider. God will provide for all your needs. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമല്ല, മറ്റുള്ളവരെ അനുഗ്രഹിക്കാനുള്ളൊരു പ്രൊവിഷൻ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഓവർഫ്ലോ ഇന്ന് യേശുവിൻ്റെ സാന്നിധ്യത്തിൽ സംഭവിക്കും. അത് ഭൗതികത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ആത്മീയ വിഷയങ്ങളിലും ഇന്ന് രാവിലെ കാലം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഒരു ഓവർഫ്ലോ പ്രതീക്ഷിക്കുക. എക്സ്പെക്ട് ദ ഓവർഫ്ലോ ഫ്രം ഗാഡ്. പതിവ് പോലെ എല്ലാവരും ചർച്ചിൽ പോകുന്ന ഒരു രാവിലെയാണ് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. പത്രോസും യോഹന്നാനും അന്ന് രാവിലെ കാലം പള്ളിയിലേക്ക് കടന്നു പോയപ്പോൾ അവിടെ അമ്മയുടെ ഉദരം മുതൽ ലയിമായുള്ളൊരു മനുഷ്യൻ മുമ്പ് ഇരിപ്പുണ്ട്. പുള്ളിയെ കണ്ടപ്പോൾ ഇന്ന് ഇറ്റ് വാസ് ഹിസ് ഡെലിവറൻസ് മോർണിംഗ്. ഇന്ന് എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ് മിറക്കിൾ. ഇന്ന് നിങ്ങളെ ലയിമാക്കി, നിങ്ങളെ നടത്താൻ പറ്റാത്ത, നിങ്ങളെ ശോഷിപ്പിച്ചിരുത്തുന്ന ഒരു ശക്തിയുണ്ട്. കാരണം നിങ്ങൾ ശോഷിച്ചിരുന്നാലേ അവരുടെ കാര്യം നടക്കൂ. ഈ ആളെ ഇവിടെ കൊണ്ടിരുത്തി കുറച്ച് പൈസയും മേടിച്ച് കമ്മീഷൻ എടുക്കുന്നവർ കുറേ പേരുണ്ട്. ഈ കൊണ്ടിരുത്തുന്നവനൊക്കെ ഈ കമ്മീഷൻ്റെ ഭാഗമാണ്. ഇവൻ നടന്നു കഴിഞ്ഞാലുണ്ടല്ലോ അവരുടെയൊക്കെ വരുമാനം മുട്ടും. ചുരുക്കി പറഞ്ഞാൽ എഫസോസിൽ ദൈവസാന്നിധ്യം വ്യാപരിച്ചപ്പോൾ അർത്തമിസ് ദേവിയെ സേവിച്ചോണ്ട് വന്നവൻ്റെയൊക്കെ വരുമാനം മുട്ടി. അപ്പം അവനൊക്കെ അങ്ങ് ഇളകി. ഇന്ന് ദൈവസാന്നിധ്യം ചെല്ലുമ്പോൾ ജനം നിങ്ങളുടെ എതിരെ
കല്ലെറിയാൻ നോക്കുവാണെങ്കിൽ, ചീത്ത പറയാൻ നോക്കുവാണെങ്കിൽ, യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ്. വചനം നമ്മളെ പഠിപ്പിക്കുന്നു, യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ്. കാരണം എന്നാണെന്നറിയാവോ? ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ദൈവപ്രവൃത്തി ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് അംഗീകരിക്കാൻ പറ്റണമെന്നില്ല. ഈ ലയിമായ മനുഷ്യൻ്റെ വിടുതലിൻ്റെ പകൽക്കാലമായിരുന്നു അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ. ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ നമ്മളെ ശോഷിപ്പിച്ച് നമ്മളെ ലയിമാക്കിയിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് വിട്ടുവരുവാൻ യേശുവിൻ്റെ സാന്നിധ്യം അപ്പോസ്തല പത്രോസിലും യോഹന്നാനിലും വ്യാപരിച്ച ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഈ ആലയത്തിലും വ്യാപരിക്കുന്നു. നമ്മളെ ഇനിയും ഇരുത്തുവാൻ സാധ്യമല്ല. നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കുക. ദൈവത്തിൻ്റെ പ്രകാശം നിങ്ങളുടെ മേൽ ഉദിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ കാലം ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവിൽ നിങ്ങളായിരിക്കുക. വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അനേകർക്ക് നിങ്ങളൊരു പ്രയോജനമായി തീരും. ഇന്ന് ഈ രാവിലെ ഈ ഹാളിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളോട് പറയാനൊരു ദൂതുണ്ട്. നിങ്ങളെ ഏൽപ്പിച്ച കാര്യം നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ദൈവം നിങ്ങളെ ഏൽപ്പിച്ച കാര്യം നിങ്ങളെ കൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളെ ആ സ്ഥാനത്താക്കിയേക്കുന്നത്. വേറെ ഒരുവന് നിങ്ങളുടെ സ്ഥാനം എടുക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം നിങ്ങളെ കൊണ്ട് ഉദ്ദേശിച്ച ദൈവം അപ്പോയിന്റ് ചെയ്തോടെ വെച്ചേക്കുക. ഇന്ന് നമ്മൾ പറ്റത്തില്ല, പിന്മാറിപ്പോവല്ലേ ദൈവസന്നിധിയിൽ നിന്ന്. എന്നെ കൊണ്ട് ഇത് കഴിയത്തില്ല, പിന്മാറിപ്പോവല്ലെന്ന് പറയല്ലേ. പറഞ്ഞാൽ ഈ ചുറ്റുമുള്ള നോക്ക് പൊടിയില്ലേ, എയറിലെ പൊടി, ഡസ്റ്റില്ലേ, താഴെ കിടക്കുന്ന ഡസ്റ്റ്. ഗോഡ് ക്യാൻ റേസ് അപ്പ് ദ ചിൽഡ്രൻ ഓഫ് എബ്രഹാം ഫ്രം ദിസ് ഡസ്റ്റ്. ബിലീവ് ദാറ്റ്. ബട്ട് ഇഫ് യു ആർ ഫെയ്ത്ത്ഫുൾ, നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് കേൾക്കുമെങ്കിൽ, ഗാഡ് ഹാസ് predestined certain good things that you are going to do in your life, that it will be a blessing to the church. നിങ്ങളെ ആ സ്ഥാനത്താക്കി വെച്ചേക്കുന്നത്, മുൻ നിയമിച്ചേക്കുന്നത് കാരണം യു ആർ ഗോയിങ് ടു ഡു സർട്ടൻ ഗുഡ് തിങ്സ്. നിങ്ങൾ ചില നല്ല കാര്യങ്ങൾ യേശുവിന് വേണ്ടി ചെയ്യാൻ പോവുകയാണ്, ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ വലിയ ദൈവ പ്രവൃത്തി വ്യാപരിക്കും. നിങ്ങളാൽ മാത്രമേ God wants you. God is going to use you. God has placed you there because of His plan. നേരത്തെ പറഞ്ഞ പോലെ Jerusalem might be in siege, but the prophet transacted. ഇന്ന് നിങ്ങളുടെ സാഹചര്യം നിങ്ങളെ അമർത്തി ഇനി ഇവന്റെ ജീവനില്ല, ഇവൻ ഈ ഒരു പേരില്ല, നശിച്ചു പോകുന്നു പറയുമ്പോൾ, ഓ ഡു ദ ട്രാൻസാക്ഷൻ ഫോർ ദ ലോർഡ്. ദൈവത്തിന് വേണ്ടി വിശ്വാസത്തിൽ ഒരു സ്റ്റെപ്പ് എടുക്കുക. സാഹചര്യങ്ങളെ നോക്കിയല്ല നമ്മൾ സ്റ്റെപ്പ് എടുക്കുന്ന, നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചൊരു സ്റ്റെപ്പ് എടുത്താൽ നിശ്ചയമായിട്ടും ഇറ്റ് ഈസ് എ പ്രൊഫറ്റിക് മിനിസ്ട്രി ദാറ്റ് വിൽ റിലീസ് ലൈഫ്സ് ഇൻടു ദ കിങ്ഡം ഓഫ് ഗാഡ്. ഹല്ലേലൂയ. അനന്യാസ് ശൗൽ എന്തായി തീരുമെന്ന് കണ്ടല്ല പ്രാർത്ഥിച്ചത്, ദൈവത്തിന്റെ വചനം അനുസരിച്ചതേ ഉള്ളൂ. ശൗലിനെ എന്താക്കി തീർക്കണമെന്ന് ദൈവത്തിനറിയാം, എന്നാൽ ഉപയോഗപ്പെടുത്തേണ്ട ആരെയാണെന്ന് ദൈവത്തിനറിയാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ കാലം ദൈവ ശബ്ദം കേട്ടിട്ട് മാറിപ്പോകല്, ദൈവ ശബ്ദം കേട്ടിട്ട് പിന്മാറിപ്പോകല്. ദൈവ ശബ്ദം കേട്ട്, കർത്താവേ എനിക്കിത് സാഹചര്യം ഒത്തില്ല. Some people wanted to bury their dead before they followed Jesus. This morning, when the word of the Lord comes, don't wait for your children's marriage. Don't wait for anybody else. Don't look around. Just obey Him. Hallelujah. മൂന്നാമത് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് ഡിവൈൻ അതോറിറ്റി ആൻഡ് ഹ്യൂമൻ സിസ്റ്റംസ്. ഇവിടെ നമ്മൾ വായിച്ച വാക്യം എന്ന് പറഞ്ഞാൽ, ടെമ്പിൾ ടാക്സിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ അടുത്ത് വന്ന് പണം ചോദിക്കുന്നത്. ദൈവത്തിൻ്റെ അന്നേരം ഒരു മറുപടി ഉണ്ട്. In the world system, are children going to pay tax? No, they are not. They are not going to pay the taxes because they are part of the kingdom. They are part of the palace. Who are the taxes collected? The taxes are collected from people outside. അന്നേരം ദൈവവചനം നമ്മളെ അത് പഠിപ്പിക്കുന്നത്, യേശു was the Son of God. He didn't have to pay the temple tax because He was the Word that was in the beginning. He didn't have to pay tax, but the verse says
nevertheless lest we offend them. യേശുവിന് ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഒഫൻസ്, ചിലരുമായിട്ട് ഒരു ഒഫൻസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് അന്നേരം ഒരു ആഗ്രഹമില്ലായിരുന്നു. യേശു ഒഫൻഡ് ചെയ്ത ഭാഗങ്ങളുണ്ട്, അതല്ല ഞാനിപ്പോൾ എടുക്കുന്നത്. നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ചില കാര്യങ്ങൾ നമ്മൾ ചിലരെ ഒഫൻഡ് ചെയ്യാതിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ഹിതം. എല്ലാത്തിനും ഒഫൻഡ് ചെയ്യാൻ പോകല്ല. പ്രൈസ് ദി ലോർഡ്. ഇതിന് ആധാരമായി 2 രാജാക്കന്മാർ 5:17 മുതൽ 19 വരെ. 2 രാജാക്കന്മാർ 5:17 മുതൽ 19 വരെ. അപ്പോൾ നയമാൻ, എന്നാൽ 2 കോവർക്കഴുത ചുമട് മണ്ണു അടിയന് തരുവിക്കണമേ. അടിയൻ ഇനി യഹോവയ്ക്കല്ലാതെ അന്യദൈവങ്ങൾക്ക് ഹോമയാഗവും ഹനനയാഗവും കഴിക്കയില്ല. ഒരു കാര്യത്തിൽ മാത്രം യഹോവ അടിയനോട് ക്ഷമിക്കുമാറാകട്ടെ. എൻ്റെ യജമാനൻ നമസ്കരിപ്പാൻ റിമ്മോൻ്റെ ക്ഷേത്രത്തിൽ ചെന്നു. എൻ്റെ കൈത്താങ്ങലോടെ കുമ്പിടുമ്പോൾ ഞാനും റിമ്മോൻ്റെ ക്ഷേത്രത്തിൽ നമസ്കരിച്ച് പോകുന്ന ഈ കാര്യത്തിൽ യഹോവ അടിയനോട് ക്ഷമിക്കുമാറാകട്ടെ. അവൻ അവനോട് സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച ഭാഗം എന്തുവാ? യേശു ടെമ്പിൾ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല, എന്നാലും ആ ടാക്സ് കൊടുക്കാനുള്ള പ്രൊവിഷൻ ദൈവം കൊടുത്തു. കാരണം അവിടെ ഒരു ഒഫൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാഹചര്യം അല്ല. നിങ്ങളുടെ ജീവിതവും സൂക്ഷിക്കുക. ഇത് ഞാൻ ഈ പഴയ നിയമ റെഫറൻസ് എടുത്തത് ഇതേ മർമ്മം തെളിയിക്കുന്നൊരു ഭാഗമാണ്. നാമാൻ പ്രവാചകന്റെ വാക്ക് കേട്ട് അവൻ്റെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ നടന്നു. ഈ ദൈവത്തെ അവൻ യഥാർത്ഥമായി കണ്ടു. എന്നാലും ഈ നാമാൻ, the commander of the army, is still under the authority of the Syrian king. ഒരു രാജാവിൻ്റെ അടിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ നാമാൻ. ഏറ്റവും വലിയ പദവി ഉണ്ടെങ്കിലും ഏറ്റവും വലിയ വിടുതൽ തൻ്റെ ജീവിതത്തിൽ കിട്ടിയപ്പോഴും താൻ ഹൃദയം മുഴുവൻ he believes that God is the God that the prophet serves is the right God. I want to serve the same God. I want to serve Elisha's God. അതിനാണ് പറയുന്നത്, ഇവിടുന്ന് കുറച്ച് ഭൂമി ഞാൻ എൻ്റെ കൂടെ എടുത്തോണ്ട് പൊക്കോട്ടെ. ബിക്കോസ് അത് ആ പുള്ളി നാമാൻ്റെ വിശ്വാസമാണ്. അന്ന് ഞാൻ താമസിക്കുന്ന രാജ്യം അത് പേഗൻ ഗോഡ്സിനെ വർഷിപ്പ് ചെയ്യുമ്പോൾ ഞാനൊരു പ്രവാചകൻ്റെ അടുത്തുനിന്ന് വന്ന്, ഇറ്റ് ഈസ് മൈ ഫെയ്ത്ത് ദാറ്റ് ഐ എം ഗോയിങ് ടു ടേക്ക് സം ലാൻഡ് ഫ്രം ഹിയർ ആൻഡ് ഐ എം ഗോയിങ് ടു ടേക്ക് ഇറ്റ് വിത്ത് മീ സോ ദാറ്റ് ഐ വിൽ ഓൾവേസ് ബി റിമൈൻഡഡ് ഓഫ് ദ ട്രൂ ഗാഡ്. ഇത് പറയുമ്പോൾ പിന്നെ പ്രവാചകനോട് ഒരു ഇളവ് ചോദിക്കുന്നു. എന്തുവാ ഇളവ്? രാജാവ് ക്ഷേത്രത്തിൽ പോയി ബിംബത്തോട് ഇത് ചെയ്യുമ്പോൾ എനിക്കും എൻ്റെ ഡ്യൂട്ടി ആയിട്ട് അത് ചെയ്യേണ്ടി വരും. അത് അവിടുന്ന് അനുവദിക്കണേ. പ്രവാചകന് നോ, നീ ജോലിയൊക്കെ വിട്ടു പോകാമെന്ന് അന്നേരം പറയായിരുന്നു, പക്ഷെ പറഞ്ഞില്ല. കാരണം അവൻ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം അവൻ്റെ സാക്ഷ്യം അനേകരെ സ്പർശിക്കും. അവൻ്റെ ഹൃദയം മുഴുവൻ യഹോവയിലായിരുന്നു. ഹി ഈസ് ജസ്റ്റ് ഡൂയിങ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഹിസ് ജോബ്. ഇന്ന് ദൈവം നിങ്ങളെ ഏത് സാഹചര്യത്തിലാണ് പ്ലേസ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഏത് സാഹചര്യത്തിൽ പ്ലേസ് ചെയ്താലും ദൈവം അറിയാതെ അല്ല നിങ്ങൾ ആ സാഹചര്യത്തിൽ പ്ലേസ്ഡ് ആയത്. ആ സാഹചര്യത്തിൽ നിങ്ങളെ ഉപയോഗിക്കാൻ ദൈവ സാന്നിധ്യം ഇന്ന് രാവിലെ നിങ്ങളോട് ഇടപെടുന്നു. ആ സാഹചര്യം പൂർണ്ണമായിട്ട് നിങ്ങൾ ഹൃദയം ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക. ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക. അതേസമയം അനാവശ്യമായിട്ട് ഒരു ഒഫൻസും ഒരു വഴക്കിനും പോകാതെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രമായി അനേകർ നിങ്ങളെ വായിക്കട്ടെ. നിങ്ങളുടെ പ്രതികൂല സാഹചര്യത്തിലും നിങ്ങളുടെ നല്ല സ്വഭാവങ്ങൾ വെളിപ്പെടട്ടെ. നിങ്ങൾ ഒരു പ്രൊഫറ്റിക്കായിട്ട് നിങ്ങൾ ആക്ട് ചെയ്യുക. ചില ചെയ്യേണ്ടാത്ത ഒരു ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. കാരണം യു ബിലീവ് ദാറ്റ് ഗോഡ് വിൽ ടേൺ അറൗണ്ട് യുവർ സർക്കംസ്റ്റാൻസ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജെറമായ 29 verses 4 and 7. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ താൻ യെരൂശലേമിൽ നിന്നു ബാബേലിലേക്ക് പിടിച്ചുകൊണ്ട് പോകുമാറാക്കിയ സകല ബദ്ധന്മാരോടും ഇപ്രകാരം അരുളി ചെയ്യുന്നു:
ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി പോകുമാറാക്കിയ പട്ടണത്തിൻ്റെ നന്മ അന്വേഷിച്ചു. അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പീൻ. അതിനു നന്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മയുണ്ടാകും. ആമേൻ. ഇന്ന് ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിയിൽ കഴിയുന്ന യഹൂദ ജനത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്, നിങ്ങളായിരിക്കുന്ന ഇടങ്ങൾക്ക് വേണ്ടി, അവരുടെ പീസിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം അവിടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളും എല്ലാവരും നിങ്ങൾ കുടുംബമായിട്ട് പാർക്കേണ്ട സ്ഥലമാണ്. ഇന്ന് നിങ്ങൾ ക്യാപ്റ്റിവിറ്റിയിലാന്നേലും, ഇന്ന് നിങ്ങൾ ഉദ്ദേശ സ്ഥലത്ത് ജീവിതത്തിൽ എത്തിയില്ലേലും, നിങ്ങളുടെ സാഹചര്യം ഏറ്റവും ബുദ്ധിമുട്ടാന്നേലും, നിങ്ങളായിരിക്കുന്നിടത്ത് ചിലപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ട് ജോലി മണ്ഡലത്തിലായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങളുടെ കുടുംബ സാഹചര്യങ്ങളിലായിരിക്കും. പക്ഷേ അവിടെ ദൈവസമാധാനത്തിനും ദൈവഹിതത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അവിടെ ദൈവഹിതം വെളിപ്പെടുമ്പോൾ നിങ്ങൾ ആ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ക്യാപ്റ്റിവിറ്റിയിലാണ്, ഈ ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിയിൽ. അവരെ ശപിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. നിങ്ങളൊരു ശാപത്തിൻ്റെ വക്താവോ ശാപത്തിൻ്റെ ദൂതനോ അല്ല. നിങ്ങൾ യേശുവിൻ്റെ, യു ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണ്. ശാപവാക്കുകൾ പറയേണ്ട കാര്യമില്ല. യേശു ഒരുവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ നന്നായിരിക്കും, അവൻ അനുഗ്രഹിക്കപ്പെടും. യേശുവിനെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ യേശുവിനെ നമുക്ക് പറഞ്ഞു കൊടുക്കാം, കാണിച്ചു കൊടുക്കാം. നമ്മളുടെ ജീവിതം കാണുന്നവർ യേശുവിനെ കാണട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഇന്നൊരു ക്യാപ്റ്റിവിറ്റിയുടെ അവസ്ഥയാന്നേലും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. നിങ്ങളുടെ ജോലി സ്ഥലത്തും നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ ഉപവാസങ്ങളിൽ, നിങ്ങളുടെ കണ്ണുനീരിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അതിൻ്റെ മധ്യേ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 8:9 മുതൽ 12 വരെ. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങൽ ആയി വരാതിരിപ്പാൻ നോക്കുവീൻ. അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നത് ഒരുത്തൻ കണ്ടാൽ ബലഹീനനെങ്കിൽ അവൻ്റെ മനസാക്ഷി വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുവാൻ തക്കവണ്ണം ഉറക്കയില്ലയോ? ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചു പോകുന്നു. ഇങ്ങനെ സഹോദരന്മാരുടെ നേരെ പാപം ചെയ്തു അവരുടെ ബലഹീന മനസാക്ഷിയെ ദണ്ഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു. ആകയാൽ ആഹാരം എൻ്റെ സഹോദരന് ഇടർച്ച വരുത്തീരും എങ്കിൽ എൻ്റെ സഹോദരനു ഇടർച്ച വരുത്താതിരിക്കേണ്ടതിനു ഞാൻ ഒരു നാളും മാംസം തിന്നുകയില്ല. അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്കായി സ്തോത്രം. ദൈവം നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസ്തമായിട്ട് ദൈവസന്നിധിയിൽ ചെയ്തോ. പക്ഷേ അതിന്ന് നിങ്ങളുടെ സഹോദരന് ഒരു ഇടർച്ച വരുത്താൻ കാരണമായി തീരല്ലേ. ഇന്ന് നിങ്ങളുടെ വേറൊരാളെ ചവിട്ടിയല്ല നമ്മൾ മേളിൽ കയറേണ്ടിയ. നമ്മൾ ഏറ്റവും താഴ്ന്നിരുന്നാൽ നമ്മൾ യേശുവിന് നമ്മളെ ഒന്ന് താക്കാൻ, നമ്മളൊന്ന് ചവിട്ടാൻ യേശു പുറത്ത് കയറി ഇരുന്നോട്ടെ. നമ്മളല്ല വലുതാവേണ്ടിയത്, യേശു നമ്മളെ ചവിട്ടിക്കോട്ടെ, കുഴപ്പമില്ല. ദൈവം ഉയർത്തുന്ന ദൈവമാണ്. ഇന്ന് യേശുവിനെ ചുമന്നാൽ നിങ്ങൾ ഉയർത്തപ്പെടും. ഹല്ലേലൂയ. ഇന്ന് നമ്മളുടെ പ്രവൃത്തി കാരണം വേറൊരുത്തൻ്റെ സ്വർഗരാജ്യം നഷ്ടപ്പെടുത്തല്ല ചോദ്യം വരുന്നൊരു കാര്യമാണ്. ദൈവവചനമാണ്. എൻ്റെ അഭിപ്രായമോ എൻ്റെ ഒപ്പീനിയനോ അല്ല. ഇന്ന് നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ ഇടർച്ച വരുത്താതെ, നിങ്ങൾക്ക് ഭയം, ഭക്തി, വിശുദ്ധി, വേർപാട് ഒരു ലെവലിലായിരിക്കും. എല്ലാവരും ആ ലെവലിൽ വരണമെന്നില്ല. അവർക്ക് വേണ്ടി മധ്യസ്ഥ അണച്ച് പ്രാർത്ഥിക്കുക. തക്ക സമയത്ത് ദൈവം അവരെയും ഉയർത്തും. തക്ക സമയം നിങ്ങൾ അറിഞ്ഞ വിശ്വാസം അവരെയും ദൈവം ചേർത്തുകൊള്ളും. അടുത്തതായിട്ട് ചിന്തിക്കാൻ പോകുന്നത്, ഈ വചനത്തിൽ കൂടെ ദൈവം നമ്മളോട് ഇടപെടുന്നത്, ഗാഡ് നോസ് അവർ നീഡ്സ് ബിഫോർ വി ആസ്ക്. നമ്മളുടെ ആവശ്യങ്ങൾ എന്താന്ന് യേശുവിനറിയാം. നമ്മളെ പ്ലേസ് ചെയ്ത സിറ്റുവേഷൻ്റെ ആവശ്യങ്ങൾ എന്താന്ന് യേശുവിനറിയാം. അതുകൊണ്ടാണ് നമ്മളെ അവിടെ പ്ലേസ് ചെയ്തത്. കാനാവിലെ കല്യാണത്തിന് കടന്നുപോയ ദൈവ സാന്നിധ്യത്തിനറിയാം അവിടെ ഒരു കുറവ് വരുമെന്ന്.
അതുകൊണ്ടാണ് ദൈവം അവിടെ ചെന്നത്. നിങ്ങളെ ഒരു സ്ഥലത്താക്കി വെച്ചേക്കുന്നത് അവിടെ ഒരു കുറവ് വരുമെന്ന് അറിയാവുന്നുണ്ട്. നിങ്ങളാൽ മാത്രമേ ആ കുറവ് നികത്താൻ പറ്റൂ. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ യേശുവിൻ്റെ സാന്നിധ്യം ക്യാരി ചെയ്യണം. യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങൾ ക്യാരി ചെയ്ത് ഹല്ലേലൂയ ഓരോ സാഹചര്യങ്ങളിലോട്ട് പോയാൽ അവിടെ ഒരു കുറവ് കാണും, നിങ്ങൾക്ക് മാത്രമേ അത് നികത്താൻ പറ്റൂ. കാനാവിലെ കല്യാണത്തിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അടുത്ത് ചെന്ന് കാര്യം പറയാനുണ്ടായി. അന്നേരം മറിയ എന്ന് പറയാനുണ്ടായപ്പോൾ പറഞ്ഞു, എൻ്റെ സമയം ആയിട്ടില്ല. അന്നേരവും ബാല്യക്കാരോട് പറഞ്ഞു, അവൻ എന്ത് പറഞ്ഞാലും അത് ചെയ്തു കൊള്ളണം. അവൻ എന്ത് പറഞ്ഞാലും അത്. വി ആർ കമ്മിങ് ബാക്ക് ടു ദ സെയിം തിങ്. മറിയോട് ചോദിച്ചിട്ടല്ല ബാല്യക്കാര് വീഞ്ഞു വിളമ്പിയത്. യേശുവിൻ്റെ വാക്കിനാൽ, യേശുവിൻ്റെ വാക്കിനെ അനുസരിച്ച് അവര് പ്രവൃത്തിയിൽ വളരെ വെളിയിൽ കിടന്ന ചില മൺകൂടാരങ്ങൾ അകത്തോട്ടെടുത്തോണ്ട്, കാല് കഴുകുന്ന വെള്ളം ഉപയോഗിക്കുന്ന മൺകൂടാരങ്ങൾ അകത്തോട്ടെടുത്ത് വന്ന് അതിലോട്ട് ദൈവം പറഞ്ഞപ്പോൾ, വെള്ളം ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ അത് വീഞ്ഞായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. ഇന്ന് ഈ രാവിലെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും, ഞാൻ വലിയ പ്രയോജനമൊന്നും ഇല്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിയുകയാണ്. നോ, നിങ്ങളെ പ്രയോജനമുള്ളതാക്കി ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന പുത്തൻ വീഞ്ഞ് ഒഴിച്ചു കൊടുക്കാൻ. വീഞ്ഞ് കാണിക്കുന്ന പരിശുദ്ധാത്മാവ് സാന്നിധ്യം, അല്ലാതെ ആൽക്കഹോൾ അല്ല കേട്ടോ. പുതിയ പരിശുദ്ധാത്മാവ് സാന്നിധ്യം നിങ്ങളിൽ കൂടെ അനേകരോട് പകരുവാൻ, നിങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉയർത്താൻ വേണ്ടി ദൈവ സാന്നിധ്യം നമ്മളെ മധ്യേ പ്രവർത്തിക്കുന്നു. കൊർണേലിയോസ് ഇറ്റാലിയൻ റെജിമെന്റ്, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. കൈസരിയിൽ ഇത്താലിയ എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ചു പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്നൊരുവനോട് കൂടെ പാർക്കുന്നു. അവൻ്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. ഇന്ന് ദൈവം നിങ്ങളെ ഒരു നിയോഗം ഏൽപ്പിക്കുകയാണ്. ഈ കൊർന്നല്യോസിൻ്റെ പ്രാർത്ഥനയും അവൻ്റെ ജീവിതത്തിലെ നല്ല പ്രവൃത്തിയും കണ്ട് ദൈവ സാന്നിധ്യം നിങ്ങളുടെ മധ്യേ എത്തി ഇന്ന് നിങ്ങളെ അടുത്തൊരു ലെവലിൽ ഉപയോഗിക്കാൻ പോവുകയാണ്. ദൈവസന്നിധിയിൽ പുതിയൊരു ലെവലിലേക്ക്, ഹല്ലേലൂയ, ഒരു പുതിയൊരു കമ്മീഷനുമായിട്ട് ഈ കൊർന്നല്യോസിനെ പത്രോസിൻ്റെ അടുത്തിലേക്ക് വയ്ക്കാൻ വിട്ട ദൈവ സാന്നിധ്യം ഇന്ന് രാവിലെ നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കമ്മീഷനായിട്ട് ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവശബ്ദം കേൾക്കുമ്പോൾ അതിശക്തമായ ഒരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അനേകർക്ക് പ്രയോജനമുള്ളതായിത്തീരും. അതാണ് അതിൻ്റെ നമ്മൾ വായിച്ച വേദഭാഗത്തിലെ അടുത്ത ദൂത്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, അനേകർക്ക് നിങ്ങളൊരു അനുഗ്രഹമായി തീരും. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 27-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. എന്നാൽ പത്രോസിന് വേണ്ടി മാത്രമുള്ള പ്രൊവിഷനല്ല അവിടെ ദൈവം കരുതിയ, ദൈവത്തിനും പത്രോസിനും കൊടുക്കാനുള്ള പ്രൊവിഷൻ ദൈവം അവിടെ കരുതി. ഇന്ന് നിങ്ങളെ ഓരോ സ്ഥാനത്താക്കി വെച്ചേക്കുന്നത് നിങ്ങൾ മാത്രം അനുഗ്രഹിക്കാനല്ല, ചിലരെ കൂടെ അതിൻ്റെ അകത്ത് അനുഗ്രഹമാക്കി തീർക്കാൻ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ ക്യാരി ചെയ്യുക. ദൈവത്തിൻ്റെ സാന്നിധ്യം ക്യാരി ചെയ്യുക. ദൈവത്തിൻ്റെ വചനവുമായിട്ട് മുമ്പോട്ട് പോവുക. ദൈവ ശബ്ദം കേൾക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം തരും. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലുള്ള വ്യത്യാസം നിങ്ങളെ അനുഗ്രഹത്തിലേക്ക് നടത്തും. ഭൗതിക അനുഗ്രഹത്തെക്കുറിച്ചല്ല പറയുന്നത്, ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള അനുഗ്രഹം.
സാഹചര്യങ്ങളെ നോക്കിയുള്ള അനുഗ്രഹമല്ല ഞാൻ പറയുന്നത്. സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നാലും നിങ്ങൾ വിശ്വാസത്താൽ പ്രവർത്തിക്കും, വിശ്വാസത്താൽ ചില കാര്യങ്ങൾ ചെയ്യും. അത് ദേശത്തിനൊരു നന്മയായി തീരും. God provides not just for you, but for the people around you. ഇന്ന് ഈ വചനത്തിൽ ഒരു ദൂതൂടെ കിടപ്പുണ്ട്. മത്സ്യം അവൻ്റെ ശബ്ദത്തെ കേട്ടനുസരിക്കുന്നു, കാറ്റും കടലും അവൻ്റെ ശബ്ദത്തെ കേട്ടനുസരിക്കുന്നു. നീയോ മൂഢ മനുഷ്യ, ദൈവ ശബ്ദം കേട്ടിട്ട് നീ എന്തുകൊണ്ട് മാറിപ്പോയി? നീ ഇന്ന് രാവിലെ കാലം യോനാ പ്രവാചകന്റെ കൂട്ട് നിനിവേ പട്ടണത്തിലോട്ട് പോകാൻ പറഞ്ഞപ്പോൾ താർശീശിലോട്ട് പോയ യോനാടെതിരെ ആ കപ്പലിൻ്റെ എതിരെ ഒരു കാറ്റടിച്ചെങ്കിൽ, യോന 1:4 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, യോന യാത്ര ചെയ്തുകൊണ്ടിരുന്ന കപ്പലിൻ്റെ എതിരെ ഒരു കാറ്റടിച്ചു. ദൈവ ശബ്ദം കേട്ടിട്ടും മറു സൈഡിലോട്ട് കടന്നു പോകുന്ന ദൈവമക്കളെ, നിങ്ങളോട് വിളിച്ചു പറയാനൊരു കാര്യമുണ്ട്. ദൈവം ഒരു കാറ്റടിപ്പിക്കും. കാരണം നിന്റെ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് കൊണ്ടുവരാൻ ദൈവം നിന്നെ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവ പദ്ധതിയിൽ നമ്മളായി കഴിയുമ്പോൾ, ദൈവം ശബ്ദം കേട്ട് പ്രാർത്ഥനയിൽ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ, നമ്മളുടെ വിടുതലുകൾ മാത്രമല്ല, നമ്മളുടെ അടുത്തുള്ള ഒരു വിടുതൽ മാത്രമല്ല, ഒരു ദേശത്തെ വിടുതൽ ദൈവം നിങ്ങളെ കൊണ്ട് ആഗ്രഹിക്കുന്നു. അസാധ്യമെന്നാരും തോന്നല്ലേ, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അവിശ്വാസം കടന്നു വരല്ലേ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഒന്നും കണ്ടിട്ടല്ല എബ്രഹാം ഇറങ്ങിയത്, ദൈവത്തിന്റെ ശബ്ദത്താൽ എബ്രഹാം ഇറങ്ങി. വിശ്വാസികളുടെ പിതാവായി തീർന്നെങ്കിൽ ഇന്നൊന്നും കണ്ടിട്ടല്ല നീ ഇറങ്ങേണ്ടിയ, പക്ഷെ ദൈവ ശബ്ദം നീ കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ ഇരിക്കണം, വചനം പഠിക്കണം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ശ്രദ്ധ വെച്ച് കേട്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.